ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം. ഇന്ന് ഓഗസ്റ്റ് 9 നമ്മൾ ഓർക്കുന്ന വിശുദ്ധർ. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വിശുദ്ധർ സ്വർഗത്തിലുണ്ടെന്നാണ്. ആ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് 8-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയിൽ ഒരുപാട് പേര് വിശുദ്ധരായിട്ട് നാമകരണം ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്ന് ഓർക്കുന്ന വിശുദ്ധരുടെ പേരുകൾ നമുക്ക് സൂചിപ്പിക്കാം. തെരേസ ബെനഡിക്ത ഓഫ് ദ ക്രോസ്. ഇവരെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. ആമോർ ഓഫ് ഫ്രാഞ്ചെ കോംതെ, ഔത്തോർ ഓഫ് മെറ്റ്സ, ബന്ദാരിദുസ് ഓഫ് സൊസാൻ, കന്ദീദ മരിയ ദെ യേസുസ് സിപ്പിത്രിയ ബറിയോല, Claude Rishada, Domitian of Shalom, Falco the Hermit, Firmus of Verona, Franz Jagerstatter, John of Alvernia, John of Salerno, Marianne Coppe, Martin of Brive, Maurilio of Rouen, Michal Tomaszek, Nati, Numidicus of Carthage, Phelim, Richard Bere, Romanus Ostiarius, Rusticus of Sirmium, Rusticus of Verona, Stephen of Burgos, Zbigniew Adam Straszolkowski, Martyrs of Constantinople, 10 പേരുണ്ട്. Martyrs of Civita Vecchia, Marselian, Secundian, Verian. Martyred in the Spanish Civil War. Martyred Colombians of Barcelona, 7 പേര്. Antonio Mateo Salamero, Cayetano Jimenez Martin, Faustino Oteiza Segura, Florentin Felipe Naya, Florentino Asensio Barroso, Francisco Lopez Gasco Fernandez Largo, Guillermo Plaza Hernandez, Jovan Valles Anguera, Jose Maria Celaya Badiola, Jose Maria Garrigues Hernandez, Josep Figuera Rey, Joseph Maria Aragones Mateo, Julian Pozzo Ruiz de Samaniego, Lorenzo Palomino Vilas Cusa, Mariano Sierra Almazor, Mateo Molinos Coloma, Narcis Sicia Baste, Algoto of Scari, Viatore of Frange Comte. ഈ വിശുദ്ധരിൽ ഒരാളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. സ്ത്രീയാണ്. യഹൂദ മതത്തിലാണ് അവൾ ജനിച്ചത്. എന്നിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവൾ തിരുനാൾ ആഘോഷിക്കുക. ടീനേജർ ആയിരിക്കുമ്പോൾ തന്നെ നിരീശ്വരവാദിയായി. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ കണ്ട് അവൾ നേഴ്സായി ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം ജർമ്മനിയിലെ ഗോട്ടിംഗൻ കലാലയത്തിൽ പഠനം തുടർന്നു. ഡോക്ടറേറ്റ് പൂർത്തിയാക്കി അവൾ ജർമ്മനിയിലെ ഫ്രൈബൂർഗ് സർവകലാശാലയിൽ ലെക്ചറായി ജോലി നോക്കി. പിന്നീട് കർമ്മലിത്ത സന്യാസമൂഹത്തിലെ യേശുവിൻ്റെ തെരേസായുടെ ആവിലായിലെ ത്രേസ്യ ഗ്രന്ഥങ്ങൾ അവൾ വായിച്ചു. അങ്ങനെ നിരീശ്വരവാദിയായിരുന്ന അവൾ വിശ്വാസിയായി. പിന്നെ ക്രിസ്തുധർമ്മം സ്വീകരിച്ചു. കർമ്മലീത്ത നിഷ്പാദക സന്യാസം വരിച്ചു. ആരാണ് സ്ത്രീ? കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്ത എന്നാണ് പറയുക. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അധികം പേർക്ക് അറിയില്ല. പക്ഷേ മറ്റൊരു പേര് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവളെ. ഈഡിത്ത് സ്റ്റെയിൻ. 1891 ജനിച്ചു. 1942 മരിച്ചു. ജർമ്മനിയിൽ നിന്നുള്ള യഹൂദ തത്വജ്ഞാനിയായിരുന്നു അവൾ. എന്നാൽ ക്രിസ്തുധർമ്മം സ്വീകരിക്കുകയും കർമ്മലീത്ത നിഷ്പാദക സന്യാസമൂഹത്തിൽ അംഗമാവുകയും രക്തസാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്തു. ഹിറ്റ്ലറിൻ്റെ
നാസി പട്ടാളത്തിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നവള്. അവരിൽ രക്ഷപ്പെടാനായി തൻ്റെ സഹോദരി റോസയോടൊപ്പം, ഈ റോസയും ക്രിസ്ത്യാനായിട്ട് മാറിയിരുന്നു ഇവളുടെ സഹോദരി, നെതർലാൻഡിലേക്ക് പോയി. എന്നാൽ ഡച്ച് മെത്രാൻ സമിതി ഹിറ്റ്ലറിൻ്റെ നാട്സികൾക്കെതിരെ പ്രമേയം പാസാക്കി. അപ്പോൾ നെതർലൻഡിലും ഇവൾക്ക് സുരക്ഷയില്ലാണ്ടായി. 1942 നാട്സികൾ അവളെയും സഹോദരിയും അറസ്റ്റ് ചെയ്തു, കൂട്ടത്തിൽ 243 പേരെയും. പോളണ്ടിൽ ഔട്ട്വിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നാട്സി തടവറയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഗ്യാസ് ചേംബർ ഉണ്ടായിരുന്നത്. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അവൾ മരിച്ചു, കൊല്ലപ്പെട്ടു. നെതർലാൻഡിൽ വെച്ചിട്ട് അവൾ തന്റെ മരണപത്രത്തിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: യഹൂദരുടെ അവിശ്വാസത്തിന് പരിഹാരമായി എൻ്റെ ജീവനും മരണവും കൈക്കൊള്ളണമെന്ന് കർത്താവിനോട് ഞാൻ യാചിക്കുന്നു. യഹൂദരുടെ അവിശ്വാസത്തിന് പരിഹാരമായി എൻ്റെ ജീവനും മരണവും കൈക്കൊള്ളണമെന്ന് കർത്താവിനോട് ഞാൻ യാചിക്കുന്നു. അങ്ങനെ സ്വന്തം ജനങ്ങൾ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയാകട്ടെ, ആരും വഴിതെറ്റിപ്പോകാതിരിക്കട്ടെ. ഇപ്പോഴത്തെ പോളണ്ടിൽ വ്രോക്സാഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് അവൾ ജനിച്ചത്. അന്നത് ജർമ്മനിയുടെ ഭാഗമായിരുന്നു. അന്ന് അതിൻ്റെ പേര് ബ്രസ്ലാവ് എന്നായിരുന്നു പേര്. യഹൂദര മാതാപിതാക്കൾക്ക് ജനിച്ച 13 മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഈഡിത്ത് സ്റ്റെയിൻ. യഹൂദരുടെ ഏറ്റവും മഹനീയ ദിവസമായ യോം കിപ്പൂർ, പാവപരിഹാര ദിനം, ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വലിയ വർണ്ണനയുണ്ട്. അന്നാണ് അവൾ ജനിച്ചത്. ഏറ്റവും പരമപരിശുദ്ധ ദിനം യഹൂദരുടെ. ഹെബ്രായ കലണ്ടറിലെ ഏറ്റവും പരിശുദ്ധ അവധി ദിനത്തിൽ അവൾ ജനിച്ചു. ആ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. സ്വതന്ത്ര ചിന്തയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടായിരുന്നു. അമ്മ വലിയ വിശ്വാസിയായിരുന്നു. യഹൂദ വിശ്വാസിയാണെങ്കിലും ഈഡിത്ത് സ്റ്റെയിൻ നിരീശ്വരവാദിനിയായിട്ട് മാറി. 1916 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അവള് ഇടയ്ക്കിടെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വിവിധ ആശുപത്രികളെ സഹായിക്കാൻ പോയി. അവളുടെ ഡോക്ടറേറ്റിന്റെ വിഷയം തന്നെ അതായിരുന്നു, സഹാനുഭൂതി എന്ന പ്രശ്നത്തെക്കുറിച്ച്, ഓൺ ദ പ്രോബ്ലം ഓഫ് എംപതി. മഹായശസ്കനായ മാർട്ടിൻ ഹൈഡഗർ തത്വജ്ഞാനി, അയാളുമൊത്ത് അവൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തോമസ് അക്വിനസിന്റെ സത്യത്തെക്കുറിച്ച് എന്ന പ്രബന്ധം ഈഡിത്ത് സ്റ്റെയിൻ തർജ്ജമ ചെയ്തു. ദേ വെരിത്താത്തെ എന്ന പുസ്തകം, ഓൺ ഓഫ് ട്രൂത്ത്. ആവിലാലെ ത്രേസ്യയുടെ ഗ്രന്ഥങ്ങളും വായിച്ചിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അവയെല്ലാം അവളുടെ മനസ്സിൽ, ഈഡിത്ത് സ്റ്റെയിൻ്റെ മനസ്സിൽ തീ കോരിയിട്ടു. നിരീശ്വരത്വം മാറി യഹൂദമതം വിട്ടു, ക്രിസ്തുധർമ്മം സ്വീകരിച്ചു. ജർമ്മനിയിലെ മ്യൂൻഷറിൽ പഠിക്കുന്ന കാലത്ത് യഹൂദർക്കെതിരെ ഹിറ്റ്ലർ പാസാക്കിയ നിയമം മൂലം അവൾക്ക് രാജിവെക്കേണ്ടി വന്നു. പീസ് 9 മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തിൽ അവൾ ഹിറ്റ്ലറിന്റെ നാട്സിയെ അപലപിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്ന ഈ അധികാര ദുർവിനിയോഗത്തിന് പൂർണ്ണ വിരാമം ഇടാനായി നാട്സികളെ പരസ്യമായി തള്ളിപ്പറയണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെടുകയും ചെയ്തു. തൽഫലമായി 1937 മാർപ്പാപ്പ കത്തുന്ന ഉത്കണ്ഠയോടെ വിത്ത് ബേണിംഗ് ആൻസൈറ്റി എന്ന ശീർഷകത്തിലുള്ള ചാക്രിക ലേഖനത്തിലൂടെ ഹിറ്റ്ലറിന്റെ നാട്സി പടയെ വിമർശിച്ചു. യഹൂദർക്കെതിരായുള്ള നീക്കത്തെ മാർപ്പാപ്പ അപലപിച്ചു. ഈഡിത്ത് സ്റ്റെയിൻ്റെ കത്താണ് മാർപ്പാപ്പയ്ക്ക് അത് പ്രചോദനമായത്. താത്വിക ആമുഖം, എ ഫിലോസോഫിക്കൽ പ്രൊലോഗ് എന്ന പേരുള്ളൊരു ഗ്രന്ഥമുണ്ട്. അത് ഈഡിത്ത് സ്റ്റെയിനെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്, എ ഫിലോസോഫിക്കൽ പ്രൊലോഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ തത്വജ്ഞാനിയായ മാർട്ടിൻ ഹൈഡഗറുമൊത്ത് ഈഡിത്ത് സ്റ്റെയിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടുപേരും താരതമ്യം ചെയ്യാറുണ്ട് ചിലപ്പോൾ, പക്ഷെ രണ്ടുപേരും രണ്ടറ്റത്താണ്. തൻ്റെ തത്വജ്ഞാനം ജീവിതമാക്കിയ ആളാണ് ഈഡിത്ത് സ്റ്റെയിൻ. മാർട്ടിൻ ഹൈഡഗർ അത് വാക്കുകളിൽ എഴുതി വെച്ചു. അതിനാൽ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആളത്വമാണ്. ഒരാൾ തത്വജ്ഞാനം ജീവിതമാക്കി, വിശുദ്ധിയായി. മറ്റേ ആള് തത്വജ്ഞാനം വാക്കുകളിൽ എഴുതി വെച്ചു. തത്വജ്ഞാനി തന്നെ, വാക്കുകളിലേ ഉള്ളൂ, ജീവിതത്തിലില്ല. വലിയ തത്വജ്ഞാനികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ട്. യഹൂദ മതം വിട്ട് ക്രിസ്തുധർമ്മം വരികയും യഹൂദർ പീഡിപ്പിക്കുന്ന ഹിറ്റ്ലറിന്റെ നാട്സിപ്പടയെ ശക്തമായി അപലപിക്കുകയും അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷിയാകും ചെയ്ത ആളാണ്. മാർപ്പാപ്പ ഹിറ്റ്ലറിന്റെ നാട്സികൾക്കെതിരെ ചാക്രിക ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ച വിശുദ്ധയാണ്. അപ്പൊ നമുക്ക് എത്രയോ എളിയവരാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ, വിശ്വാസത്തിൻ്റെ ഒപ്പം നിന്നാൽ, ഈ കത്തോലിക്ക സഭയുടെ ഒപ്പം നിന്നാൽ
എന്തുമാത്രം പേരെ സ്വാധീനിക്കാം, മാർപ്പാപ്പയെ പോലും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. തീർന്നില്ല. അവൾ പറയുന്ന ആ വാക്കുകൾ നോക്കിയാൽ, എൻ്റെ ജീവൻ എടുത്തിട്ട് യഹൂദ അവിശ്വാസത്തിന് പരിഹാരം ചെയ്യാൻ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ ബലിയായി സമർപ്പിക്കാനുള്ളതാണ്. അപ്പോൾ റോമാലേഖനം 12:1 പൗലോസിലേക്ക് പറഞ്ഞത് സംഭവിക്കും. എന്താണ്? നിങ്ങൾ ശരീരത്തെ ബുദ്ധിയുള്ള ആരാധനയായി ബലിയായി സമർപ്പിക്കുക. ബുദ്ധിയുള്ള ആരാധന എന്നാണ് പൗലോസ് ഉപയോഗിച്ചത്. ലോകിക്കെ ലാത്രയി എന്നാണ് പൗലോസ് ഉപയോഗിച്ചത്. ലോകിക്കെ എന്ന് പറഞ്ഞ ലോഗോസ് എന്ന് വരുന്നതാണ്. നിങ്ങൾ ശരീരം തന്നെ വചനമായി രൂപാന്തരപ്പെടുന്ന തരത്തിൽ ശരീരം തന്നെ വചനം കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെട്ട് വചനത്താൽ ഇങ്ങനെ വലയം ചെയ്യപ്പെട്ട് ശരീരം തന്നെ ജീവിതം തന്നെ വചനമായി മാറട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞത്. അതാണ് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല ആരാധന. ഇതാ കൗതാശയമായി സംഭവിക്കുന്നതാണ് വിശുദ്ധ കുർബാനയിൽ. നമ്മൾ നമ്മുടെ ശരീരത്തെ കർത്താവിന് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ കൈകളിലെടുത്ത് കർത്താവിന് ശരീരം മറ്റത് രൂപാന്തരപ്പെടുത്തുകയാണ്. എന്നിട്ട് കർത്താവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തി കർത്താവ് നമ്മിലേക്ക് വന്ന് നമ്മുടെ ശരീരവും മറ്റൊന്നായി നമ്മെ സ്വർഗത്തോളം ഉയർത്തുകയാണ് കൗതാശികമായിട്ട്. അത് ജീവിതത്തിലും സംഭവിച്ചാൽ ഈഡിത്ത് സ്റ്റെയിനെ പോലെ നമുക്കും വലിയ രക്തസാക്ഷിയായി വലിയ വിശുദ്ധിയായി ജീവിക്കാനും മരിക്കാനും കഴിയും. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുകയും ഒരുപക്ഷെ സഭ നാമകരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കട്ടെ.